നോമ്പ് ചിന്തകൾ 5-ാം ചൊവ്വ. വിശുദ്ധ മത്തായി സുവിശേഷം 5-ാം അധ്യായം 38 മുതൽ 48 വരെ തിരുവചനങ്ങൾ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം ഈശോയുടെ ഗിരിപ്രഭാഷണത്തിൻ്റെ ഒരു ഭാഗമാണ്. തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക, ശത്രുക്കളെ സ്നേഹിക്കുക എന്നീ 2 പ്രബോധനങ്ങളാണ് ഈശോയുടെ ഈ ഭാഗത്തെ പ്രതിപാദ്യം. പഴയ നിയമത്തിലെ പ്രതികാര സമ്പ്രദായത്തെ മറികടന്ന് സ്നേഹത്തിൻ്റെ നിയമം സ്ഥാപിക്കുകയാണ് ഈശോ. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നത് പ്രതികാരത്തിൻ്റെ നിയമമാണ്. വലത്ത് കർണം തടിക്കുന്നവന് മറ്റേ കർണം കൂടി കാണിച്ചു കൊടുക്കുക എന്ന് ഈശോ പഠിപ്പിക്കുമ്പോൾ അത് പ്രതികാരത്തിൽ നിന്നും സ്നേഹത്തിലേക്കുള്ള പ്രതിസംസ്കൃതിയാണ്, മഹാനുഭാവത്വത്തിൻ്റെ പ്രകടനമാണ്. അതുപോലെ ശത്രുക്കളെ സ്നേഹിക്കുക, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നിവ ക്ഷമയുടെ ഉദാത്ത ഭാവങ്ങളാണ് എന്നും ഈശോ പഠിപ്പിക്കുന്നു. അപ്പോഴാണ് നാം യഥാർത്ഥത്തിൽ സ്വർഗീയ പിതാവിൻ്റെ മക്കളായിത്തീരുന്നത്. കാരണം പിതാവ് എല്ലാവർക്കും നന്മകൾ നൽകുന്നു, എല്ലാവരോടും നീതി ചെയ്യുന്നു, എല്ലാവരെയും സ്നേഹിക്കുന്നു. ഈ പിതാവിൻ്റെ യഥാർത്ഥ മക്കളാകണമെങ്കിൽ നാമും ഇപ്രകാരം പ്രവർത്തിക്കണം. ലോകം ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായി ചെയ്യുമ്പോഴാണ് നമ്മെ മറ്റുള്ളവർ ഈശോയുടെ ശിഷ്യരായി തിരിച്ചറിയുന്നത്. ഈ നോമ്പുകാലത്ത് നമ്മുടെ ജീവിതത്തിൽ കൂടുതലായ ദൈവിക സ്വഭാവം ഉൾക്കൊണ്ടുകൊണ്ട് സ്വർഗീയ പിതാവിൻ്റെ പരിപൂർണതയിലേക്ക് വളരാൻ നമുക്കും ശ്രമിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.